ഇന്നലെ ആരോ ഒരാളെ കമൻറ്റ് കണ്ട് മംഗലത്തിൻ്റെ വീഡിയോസ് കണ്ടിട്ട് മടുത്തപ്പോൾ നീട്ടിക്കൊണ്ട് പോകണ്ടെന്നിട്ട് അപ്പം ഞമ്മ ഒന്ന് വെറൈറ്റി മാറ്റിപ്പിടിച്ച് മംഗലത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ അപ്പാൻ്റെ അവിടെ മംഗലം കഴിഞ്ഞിട്ട് നേരെ എല്ലാവരും ഐസ്ബർഗിലേക്ക് പോയിട്ടുണ്ടായി ഞങ്ങൾ എല്ലാവരും ഫാമിലി. അങ്ങനെ പിള്ളമാരെല്ലാം കൊണ്ടൊന്ന് ചില്ലാക്കിയിട്ട് വന്നത്. എത്ര ബിരിയാണി തന്നെ വെക്കുന്നത് ഐസ്ക്രീം വന്നിട്ട് വരാന്നിട്ട് പിള്ളമാർക്കെല്ലാം ഡോറാബുജി ഓർഡർ ആക്കിയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകലുണ്ട്. പക്ഷേ ഇപ്പോൾ മംഗലത്തിൻ്റെ തിരക്കായതുകൊണ്ട് അങ്ങനെ ഒക്കെ ആയിട്ട് പോകാൻ കഴിയുന്നില്ല. ഓരോരോ ഫാമിലി ആയിട്ട് പോകുന്നത്. ഇതെല്ലാ ഫാമിലി ഒക്കെ പോയി. നല്ല പൾസുണ്ടായി. നമുക്കൊരു സമാധാനമായിട്ട് ചില്ലായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു മണിക്കൂർ സമയം ഞങ്ങളുടെ സ്പെൻഡ് ആക്കി. ഐസ്ക്രീം തിന്നിട്ട് ഏകദേശം 10-15 മിനിറ്റിലായിട്ടുണ്ട്. പക്ഷേ അവിടെ ഞങ്ങൾ ബിസിയാൻ പറഞ്ഞിട്ട് കഥ പറഞ്ഞിട്ട് വരുമ്പോൾക്ക് 1-1.5 മണിക്കൂർ അവിടെ. പിന്നെ ഒരാൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിന്നാന്ന് നിങ്ങൾ കുടിക്കുന്നതിനല്ല നീ ഞങ്ങൾ കാണിക്കുന്നതിന്. കാരണം ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറല്ലേ. അപ്പോൾ നമ്മളെ ലൈഫിൽ നടക്കുന്നതെല്ലാം കാണിക്കണ്ടേ. വെറും പൽസും ഗോജി ഇത് മാത്രം കാണിച്ചാൽ മതിയാ. പോകുന്നതും വരുന്നതും നടക്കുന്നതും നിൽക്കുന്നതെല്ലാം എനിക്ക് കാണിക്കണ്ടേ. അങ്ങനെയായിട്ട് കാണിച്ചാൽ അപ്പോൾ നിങ്ങൾ കമൻ്റ് ആക്കുക നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണമെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത മംഗലത്തിൻ്റെ വീഡിയോസ് എല്ലാം എടുത്തിട്ട് വെച്ചിന്. പക്ഷേ എല്ലാവർക്കും മംഗലത്തിൻ്റെ വീഡിയോസ് ബോറടിക്കുന്നെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ വീഡിയോസ് ഇട്ടതാണ്. ഇപ്പോൾ കാസർഗോഡുകാർക്ക് എല്ലാവർക്കും അറിയും ഐസ്ബർഗ് കടയെന്ന്. കാസർഗോഡ് അല്ലാത്തവർക്ക് ഇത് ഞങ്ങൾ കാസർഗോഡാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇത് ഡസ്പാക്കിൻ്റെ എല്ലാം അടുത്തായിട്ട് വരും ഈ ഐസ്ബർഗ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ ഐസ്ക്രീം കഴിച്ചാൽ പിന്നെ ഞങ്ങൾ വേറെ അടുത്ത ഐസ്ക്രീം കഴിക്കല്ല. കുറച്ച് കോസ്റ്റ്ലി അന്നെങ്കിൽ നല്ല അടിപൊളി ഐസ്ക്രീം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.